വിചാരിക്കുന്നു. യു ക്യാൻ സീ ദ സ്ക്രീൻ. നമ്മൾ ലൈവ് മാസ്റ്റർ ക്ലാസ്സിലാണ്. അപ്പം എനിക്ക് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ആദ്യം നിങ്ങളോട് എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാനുള്ളതാണ്. നിങ്ങൾ എവിടെയാണ്? ഇത് നമുക്കെല്ലാം ചിന്തിക്കാനുള്ള ഒരു അവസരം. ജസ്റ്റ് തിങ്ക്, എ പോസ് ആൻഡ് ജസ്റ്റ് ടു തിങ്ക്. നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ എവിടെയാണ്? നിങ്ങൾക്കിത് കൂടുതൽ ക്ലാരിറ്റി തരാൻ വേണ്ടി ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് യു 6 ചോദ്യങ്ങൾ. 6 ചോദ്യം. ഒരു പക്ഷെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള 21 പേരിൽ ആരെങ്കിലും ഒക്കെ യു വുഡ് ഹാവ് പലരും ഉണ്ട് ജോലി നോക്കുന്ന ആൾക്കാർ. യു വുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ജോബ്. നിങ്ങൾക്ക് പക്ഷേ ഇന്റർവ്യൂ കോൾ കിട്ടുന്നില്ല. എനിക്കിത് ഗ്രാജുവേഷൻ ഉണ്ട്, എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഐ നോ CS ക്വാളിഫൈഡ് പീപ്പിൾ, those who ask for എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? ഒരു വലിയൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ അല്ല, നിങ്ങൾക്ക് കിട്ടി, പക്ഷെങ്കിൽ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അല്ലാമതൊരു കാറ്റഗറി. ഇനി മൂന്നാമത്, നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് കിട്ടി, ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ജോലിയും കിട്ടി, യു ഓൾസോ ഗോട്ട് ദ ജോബ്. ബട്ട് ദെൻ നൗ ദാറ്റ് യു ഗോട്ട് ദ ജോബ്, നമ്മൾ whatever I started working from day 1, 3 മാസം കഴിഞ്ഞ് കാണുമായിരിക്കും, 4 മാസം കഴിഞ്ഞ് കാണുമായിരിക്കാം. I am still there. ഞാൻ ആദ്യത്തെ ദിവസം whatever I did in the first day, whatever I did in the second day, അത് തന്നെയാണ് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. I do the same thing. ഞാൻ ആദ്യത്തെ ദിവസം ടാലിയിൽ ഒരു എൻട്രി നടത്തുവാണെങ്കിൽ ഇന്നും ഞാൻ ആ ടാലിയിൽ എൻട്രി നടത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത സ്റ്റെപ്പ് ഇനി മുന്നോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ ഫീൽ ലൈക്ക് സ്റ്റക്ക്. ഇല്ലെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സീനിയർ പൊസിഷനിലേക്ക് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സീനിയർ തീരുമാനങ്ങൾ എടുക്കുന്ന പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാ കാലങ്ങളിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബി ഇറ്റ് റേഷ്യോ അനാലിസിസ്, ബി ഇറ്റ് ഹൊറിസോണ്ടൽ, ബി ഇറ്റ് വെർട്ടിക്കൽ അനാലിസിസ്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിയറിറ്റിക്കൽ നോളജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ പ്രാക്ടിക്കലി വൺ ടു വൺ നമ്മുടെ മാനേജർ വന്നിട്ട് ചോദിക്കുക, ഇതൊന്ന് എനിക്ക് അനലൈസ് ചെയ്ത് തരാമോ? എനിക്കൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് അനലൈസ് ചെയ്ത് തരാമോ? ഞാൻ വേഗം സ്റ്റക്ക് ആകുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അഞ്ചാമത്, ഞാൻ എൻ്റെ കരിയറിലെ തുടക്കത്തിലുള്ള ഒരു 5-6 വർഷങ്ങളിൽ ഞാൻ മിക്കപ്പോഴും ഈ ഒരു കാറ്റഗറിയിലായിരുന്നു. എന്താണെന്നറിയോ? എൻ്റെ മാനേജേഴ്സും അല്ലെ എൻ്റെ ബോസസും ഒക്കെ എന്നോട് വന്ന് പറയുമായിരുന്നു, അനിൽ, യു ആർ വർക്കിംഗ് സോ ഹാർഡ്, യു ആർ ഡൂയിങ് വെരി വെൽ, യു ആർ ഡൂയിങ് ഗുഡ്, ഗുഡ്, ഡു ഗുഡ് വർക്ക്, എല്ലാം പറയുമായിരുന്നു. പക്ഷേങ്കിൽ മീറ്റിംഗ് നടക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്, ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗ്, ഒരു ബഡ്ജറ്റിങ്ങിന്റെ മീറ്റിംഗ്, ഒരു ഫോർകാസ്റ്റിങ്ങിന്റെ മീറ്റിംഗ്, അല്ലെ ഒരു പുതിയ കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കമ്പനിയിലെ തീരുമാനങ്ങൾ എടുക്കുന്ന മീറ്റിംഗിൽ എന്നെ വിളിക്കത്തില്ല. ഞാൻ റിപ്പോർട്ടുകൾ കൊടുക്കും, പക്ഷേ ആ മീറ്റിങ്ങുകളിൽ ഡിസ്കഷന്റെ സമയത്ത് എന്നെ വിളിക്കത്തില്ല. ഐ എം നോട്ട് ദെയർ. ഇഫ് നമ്മൾ വി ഹാവ് ടു ഗോ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യണം, ഇഫ് യു ഹാവ് ടു പ്രോഗ്രസ് ഫോർവേഡ്, വാട്ട് ഷുഡ് വി ഡു? Correct? We need to, നമുക്കൊരു സ്പേസ് വേണം ടു എക്സ്പ്രസ് ourselves that I am able to. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ആൻഡ് ഫൈനലി, ഇന്ന് കാലത്ത് ഇത് കോവിഡ് കഴിഞ്ഞിട്ടൊക്കെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്നിരിക്കുന്നതാണ് ഓട്ടോമേഷൻ സംഭവിക്കുന്നു, AI സംഭവിക്കുന്നു. ഞാൻ വളരെ വറീഡാണ്. ഞാൻ റീപ്ലേസബിൾ ആണോ? ആം ഐ റീപ്ലേസബിൾ? ഞാൻ ഇത്രയും പഠിച്ചു. ഇതാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. ഇനിയും ഞാൻ എന്ത് പഠിക്കണം? എനിക്ക് ഇനി എന്ത് ക്വാളിഫിക്കേഷൻ വേണം? ഇന്ന് ഈ മാസ്റ്റർ ക്ലാസ്സും കൊണ്ട് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ, വാട്ട് വി വാണ്ട് ടു ഡു ഈസ്, നിങ്ങൾ ഇതിൽ ഏത് സ്റ്റേജിലായെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം.